സ്വാഗതം. ഇടവും റിസാല അപ്ഡേറ്റും ചേരുന്ന ഇലക്ഷൻ ഡിബേറ്റിലേക്ക് ഒരിക്കൽ കൂടി. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഝാർഖണ്ഡിനെ കുറിച്ചാണ്. നമ്മൾ കേരളത്തിൽ 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ദിവസേന വലിയ വലിയ സംഭവവികാസങ്ങൾ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ് ഉണ്ടാകുന്നതുകൊണ്ടും നമ്മുടെ ശ്രദ്ധ പ്രധാനമായിട്ടും കേരളത്തിൽ അങ്ങോട്ടാണ്. പക്ഷേ ദേശീയാടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പുകളാണ് മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ദേശീയ രാഷ്ട്രീയം ഏത് ദിശയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന നൽകാനൊക്കെ ഒരുപക്ഷെ സാധ്യമായേക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് മഹാരാഷ്ട്രയിലെയും ഝാർഖണ്ഡിലെയും. അതിൽ ഝാർഖണ്ഡാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നമുക്കൊപ്പം ഇന്നുള്ളത് ഷാജി എം ജോസഫാണ്. അദ്ദേഹം ഝാർഖണ്ഡിലാണുള്ളത്. ഈ മേഖലയിലെ രാഷ്ട്രീയം ദീർഘകാലമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അവിടുത്തെ ഓരോ ചലനവും സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യത്ത് തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ഷാജി എം ജോസഫ്. സ്വാഗതം ഈ സ്പെഷ്യൽ ഡിബേറ്റിലേക്ക്. ഞാൻ ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഝാർഖണ്ഡിൽ 9 സീറ്റിൽ ജയിച്ചത് NDA സഖ്യമാണ്. BJP 8 സീറ്റിലും 1 സീറ്റ് സഖ്യകക്ഷിക്കും. ഇപ്പുറത്തെ 5 സീറ്റിൽ ഇന്ത്യ സഖ്യം വിജയിക്കുന്നു. JMM, കോൺഗ്രസ്, CPI, ML ഒക്കെയുള്ള സഖ്യം വിജയിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഇന്ത്യ സഖ്യത്തിന്, അന്ന് ഇന്ത്യ സഖ്യമില്ല, പക്ഷേ കോൺഗ്രസ്, JMM, കോൺഗ്രസ്, അതുപോലെ RJD, CPI, ML ഇതൊക്കെ ചേരുന്ന സഖ്യമാണ് അധികാരത്തിൽ വന്നത്. കേവല ഭൂരിപക്ഷം ഒറ്റ പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയ അത്രയും സീറ്റ് BJPക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതേ ട്രെൻഡ് അവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ താങ്കൾ. അതേ ട്രെൻഡ് കാണുന്നുണ്ടോ ഝാർഖണ്ഡിൽ? രാജീവ്, ഝാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് ഇനി ആദ്യത്തെ ഫേസ് കഴിഞ്ഞ് 13-ാം തീയതി കഴിഞ്ഞു. ഇനി 20-ാം തീയതി ആണ് അവസാനത്തെ ഫേസ്. ആദ്യത്തെ ഫേസിലെ പോളിംഗിലെ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട, രാജീവ് നേരത്തെ സൂചിപ്പിച്ച 9ഉം 5ഉമായിട്ടുള്ള ആ ഒരു പങ്കിടി, അത് ഏതാണ്ട് ഝാർഖണ്ഡിൽ അതിലേക്കുമാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന രീതിയിൽ ഒരു പോളിംഗ് ട്രെൻഡാണ് ഈ നവംബർ 13-ാം തീയതിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഒരു പ്രത്യേകത ഉള്ളത് എന്ന് പറയുന്നത്, ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഝാർഖണ്ഡിലെ ആദിവാസികൾക്കായി റിസർവ് ചെയ്തിരിക്കുന്ന 5 സീറ്റും ഇന്ത്യ ബ്ലോക്കാണ് നേടിയത്. എന്നാൽ ആദിവാസികൾക്കല്ലാതെ ഷെഡ്യൂൾഡ് ട്രൈബുകൾക്കും മറ്റ് ജനറൽ സീറ്റുകളുമായിട്ടുള്ള 9 സീറ്റുകളും നേടിയിരിക്കുന്നത് BJPയും സഖ്യകക്ഷിയായ അജ്സുമൊക്കെയാണ്. അങ്ങനെ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ്, ആ ട്രെൻഡ് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരിക്കൽ കൂടി പ്രതിഫലിക്കുമോ എന്ന ചോദ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഝാർഖണ്ഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ പോരാട്ടം ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ഫിനിഷിലേക്കാണോ നീങ്ങുന്നതെന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. അതിന്റെ കാരണം നോക്കൂ, ഝാർഖണ്ഡിനെ നമ്മൾ ഭൂപ്രദേശമായി കണക്കാക്കി ഒന്ന് വിഭജിക്കാൻ നോക്കിയാൽ, അതിനെ വേർതിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ, ഝാർഖണ്ഡിൽ ജനറൽ സീറ്റുകൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്ന 2 ഭാഗങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവിടെ ജനറൽ സീറ്റുകൾ മാത്രമുണ്ടെന്നല്ല, പക്ഷേ ഭൂരിപക്ഷം വരുന്ന ജനറൽ വിഭാഗത്തിലെ ജനങ്ങൾക്ക് ഡൊമിനേഷനുള്ള, അവർക്ക് മുൻതൂക്കമുള്ള 2 ഭാഗങ്ങളുണ്ട്. അതിനെ സൗത്ത് ചോട്ട്നാഗ്പൂർ എന്നും നോർത്ത് ചോട്ട്നാഗ്പൂർ എന്നുമാണ് പറയുന്നത്. അങ്ങനെ ഈ സൗത്ത് ചോട്ട്നാഗ്പൂർ ആൻഡ് നോർത്ത് ചോട്ട്നാഗ്പൂർ, സൗത്ത് ചോട്ട്നാഗ്പൂരിന്റെ ചില ഭാഗങ്ങൾ, അത് തോർപ്പ, കൂട്ടി ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസി, സിംഡേഗ, കൊളൈബ്ര ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസി, ലോഹർദഗ ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളൊക്കെ ട്രൈബൽ റിസർവ്ഡ് ആണ്. എന്നാൽ നമ്മൾ നോർത്ത് ചോട്ട്നാഗ്പൂരിന്റെ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഛത്ര, സിമറിയ ഇങ്ങനെയുള്ള സീറ്റുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ്. ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ചോട്ടനാഗ്പൂർ മേഖലയിൽ BJPക്ക് അനുകൂലമായ, BJPക്കും സഖ്യകക്ഷികളായ അജ്സുവിനും അനുകൂലമായ
ഒരു ട്രെൻഡ് ഈ പോളിംഗിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദിവാസികൾ ഒന്നിച്ചു നിന്നുകൊണ്ട്, ആദിവാസികളും മതന്യൂനപക്ഷങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയെ തുണയ്ക്കുന്ന നമ്മൾ കണ്ട ആ ട്രെൻഡ് ഏതാണ്ട് ആവർത്തിക്കപ്പെടുന്നു. ഈ ST റിസർവ് ട്രൈബലുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന, ഗിരിവർഗക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഈ സീറ്റുകളിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, BJPയുടെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. പ്രത്യേകിച്ച് ഒറീസയോട് ചേർന്ന് കിടക്കുന്ന, ബംഗാളിന്റെ ചില ഭാഗങ്ങളോട് ചേർന്ന് കിടക്കുന്ന മേഖലയായ സിംഗ്ഭൂം, ഈ ജംഷഡ്പൂർ മുതൽ ചൈബാസ മുതൽ അങ്ങേയറ്റം മനോഹർപൂർ വരെയുള്ള, ജഗന്നാഥ്പൂർ വരെയുള്ള മേഖലകളിലെ സീറ്റുകൾ, ഈ മേഖലകളിൽ വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാനായി BJPയോടൊപ്പം ചേർന്ന ചമ്പൈ സോറൻ എന്ന് പറയുന്ന നേരത്തെ ഇരുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പ്രകടനങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ഗിരിവർഗക്കാർക്കിടയിൽ ഒരു വിഭജനം നടത്തി വോട്ടുകൾ NDAയ്ക്കും ഇന്ത്യ മുന്നണിക്കും ഇടയിൽ വിഭജിക്കാൻ സാധിക്കുമെന്നുള്ള ആ മോഹം കൃത്യമായി നടന്നിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ട്. കാരണം ഇന്ത്യ മുന്നണി, പ്രത്യേകിച്ച് JMMന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനും ഏതാണ്ട് 2 ദിവസങ്ങൾ കൊണ്ട് വളരെ വലിയ നേതാവായി മാറിയ, അല്ലെങ്കിൽ ഒരു നേത്രിയായി മാറിയ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറനും ആദിവാസികൾക്കിടയിൽ അവരെ ഒന്നിപ്പിച്ചു നിർത്താനുള്ള നടത്തിയ നീക്കങ്ങൾ പൂർണ്ണമായും ഏതാണ്ട് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ട്രെൻഡാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ജനറൽ സീറ്റുകളിൽ നോൺ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് മുന്നോക്ക വർഗക്കാർ നേതൃത്വം കൊടുക്കുന്ന മേഖലകളിൽ ബീഹാറിൽ നിന്ന് ജാർഖണ്ഡിലേക്ക് എത്തിയ ആളുകളും ജാർഖണ്ഡിലെ സദാനുകൾ എന്ന് വിളിക്കപ്പെടുന്ന, മൂലവാസികൾ എന്ന് വിളിക്കപ്പെടുന്ന മാത്തോസും ഉൾപ്പെടെയുള്ള മേഖലകളിൽ BJPക്ക് വലിയ മുന്നേറ്റം നടത്താൻ ഈ ആദ്യത്തെ 43 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പിൽ സാധിച്ചു എന്നുള്ളൊരു ട്രെൻഡാണ് രാജീവ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇത് പറയുമ്പോഴേ, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ആദിവാസി വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന 28 സീറ്റ് എടുത്ത് അതിൽ 2 സീറ്റ് മാത്രമാണ് BJP ജയിക്കുന്നത്. ബാക്കി 25 സീറ്റിലും ജയിക്കുന്നത് JMMും കോൺഗ്രസുമാണ്. അതുപോലെ പിന്നെ ഒരു സീറ്റ് ബാബുലാൽ മറാണ്ടിയുടെ, അന്നത്തെ സീറ്റ് പാർട്ടിക്കാണ് ലഭിച്ചത്. ബാബുലാൽ മറാണ്ടി ആവട്ടെ പിന്നീട് BJPയിൽ ചേർന്നു. ഈ BJP ഈ ട്രൈബൽ വിഭാഗങ്ങൾക്കിടയിലേക്ക് കടന്നു കയറാനും അവർക്ക് കൂടുതൽ സീറ്റ് അവിടെ നിന്ന് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടത്തിയിരുന്നു. ഇപ്പോൾ ഒരുപാട് നേതാക്കൾ, ഇപ്പോൾ ബാബുലാൽ മറാണ്ടി ഇപ്പോൾ BJPയിലാണ്. അതുപോലെ ചമ്പൈ സോറൻ, നേരത്തെ ഷിബു സോറന് ശേഷം ഷിബു സോറൻ ജയിലിൽ പോയപ്പോൾ തൽക്കാലത്തേക്ക് മുഖ്യമന്ത്രിയാവുകയും പിന്നീട് മാറുകയും ചെയ്ത ചമ്പൈ സോറൻ BJP ചേർന്ന് അദ്ദേഹം അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി മധു കോടയുടെ ഭാര്യ ഗീതാ കോട BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. പിന്നെ BJPയുടെ തന്നെ മുതിർന്ന ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് മുതിർന്ന നേതാക്കളൊക്കെ മത്സരരംഗത്തിന്. അപ്പോൾ ഈ പറയുന്ന ഉയർന്ന ജാതി വിഭാഗങ്ങൾ, ഒപ്പം മറ്റു പിന്നാക്ക വിഭാഗങ്ങൾ, ഇവർക്കൊപ്പം ഈ ട്രൈബൽ മേഖലകളിലൂടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ BJP ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് ഈ ഹേമന്ത് സോറൻ്റെയും ഭാര്യയുടെയും പ്രചരണം ഈ BJPയുടെ ശ്രമങ്ങളെ മറികടക്കാൻ ഈ JMM, കോൺഗ്രസ്, ഇന്ത്യ ബ്ലോക്കിനെ സഹായിച്ചു എന്നാണോ? അത് പൂർണ്ണമായും ശരിയല്ല. അതിന്റെ കാരണം JMMനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തെരഞ്ഞെടുപ്പിൽ ചില അടിസ്ഥാന രാഷ്ട്രീയ രഹസ്യങ്ങൾ നിൽക്കുന്നുണ്ട്. അത് ചില വസ്തുതകളാണ്. അതിൽ ആദ്യത്തെ വസ്തുത എന്ന് പറയുന്നത് 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യം BJP ആദ്യം ചെയ്തത് NDA എന്ന് പറയുന്ന സഖ്യത്തിൽ നിന്ന് ഒരു വോട്ട് പോലും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി അവർ ചെയ്ത ഒരു 2 വർഷം മുൻപ് 2006 BJPയെ പിളർത്തി ജാർഖണ്ഡ് വികാസ് മോർച്ച രൂപീകരിച്ച ബാബുലാൽ മറാണ്ടിയുടെ പാർട്ടിയെ തിരിച്ചു പിടിച്ച് ബാബുലാൽ മറാണ്ടിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയായ ജാർഖണ്ഡ് വികാസ് മോർച്ചയെ BJPയിൽ ലയിപ്പിക്കുകയാണ് ചെയ്തത്. 2019 BJPയുമായി സീറ്റുകളുടെ എണ്ണത്തിന്റെ പേരിൽ തർക്കം ഉണ്ടായതിനാൽ ഒരു തീരുമാനം
ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് വിളിക്കുന്ന അജ്സു പാർട്ടി എടുക്കുകയുണ്ടായി. അന്ന് അവർ NDA സഖ്യം വിട്ട് പുറത്തു നിന്നാണ് മത്സരിച്ചത്. ആ അജ്സുവിനെ ഈ പ്രാവശ്യം അവർ ആവശ്യപ്പെട്ട സീറ്റ് കൊടുത്ത് കൂടെ നിർത്തിക്കൊണ്ട് BJP തങ്ങളുടെ പാളയത്തിൽ ഒരു പട ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന ഉറപ്പോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഈ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ ഏതാണ്ട് 10 സീറ്റ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് 10 സീറ്റ് ഉണ്ട് അവർക്ക് ഇത്തവണ. അതെ, ഈ കൺസോളിഡേഷൻ ഓഫ് ദെയർ ഓൺ ഫോഴ്സസ്, അവരുടെ തന്നെ സേനയുടെ ഉള്ളിൽ ഒരു പൂർണ്ണമായ കൺസോളിഡേഷൻ വരുത്തിയ ശേഷമാണ് BJP ഇന്ത്യ ബ്ലോക്കിനെ നേരിടാനുള്ള നീക്കങ്ങൾ തയ്യാറാക്കുന്നത്. ഇവിടെ ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ചില വീക്ക്നെസ്സസ്, ചില വളരെ ശ്രദ്ധേയമായ ബലഹീനതകളുണ്ട്. അതിലെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് ഇന്ത്യ ബ്ലോക്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നിലവിലെ അവസ്ഥയാണ്. ജാർഖണ്ഡിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, നമുക്കറിയാം, ബീഹാറിൽ 2020 തെരഞ്ഞെടുപ്പിൽ 70 സീറ്റുകൾ ലാലു പ്രസാദ് യാദവിനോട് ബാർഗെയിൻ ചെയ്ത് വാങ്ങി തേജസ്വി യാദവുമായി സംസാരിച്ച് അവർ 70 സീറ്റുകളിൽ മത്സരിച്ചു 19 സീറ്റാണ് നേടിയത്. ആ ഒരൊറ്റ കോൺഗ്രസിന്റെ ഇതുപോലുള്ള ഒരു ഈ വികലാംഗമായ ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പെർഫോമൻസ് ആണ് അന്ന് തേജസ്വി യാദവിന്റെ പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നിയമസഭയിൽ വന്നിട്ടും അവരെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ബലഹീനമായ ഈ പ്രവർത്തനമാണ്, ഈ പെർഫോമൻസ് ആണ്. ജാർഖണ്ഡിൽ ഇപ്രാവശ്യവും നമ്മൾ സംശയിക്കുന്നത് ഇത് ആവർത്തിക്കപ്പെടുന്നുള്ള ഭയം ഉണ്ട് ആളുകൾക്ക്. കാരണം 29 സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വ്യക്തമായ ഒരു ഫാക്ട് എന്ന് പറയുന്നത് സംഘടനാ ബലം എന്ന് പറയുന്നത് താഴെ തട്ടിൽ കോൺഗ്രസ് പാർട്ടിക്ക് ജാർഖണ്ഡിൽ ഇല്ല. കോൺഗ്രസിന് കുറെ നേതാക്കളുണ്ട്, അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില ആളുകളുണ്ട്. അതിനുമപ്പുറം കോൺഗ്രസിന് ഇലക്ഷൻ ജയിക്കണമെങ്കിൽ, തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ ആദിവാസി മുസ്ലിം വോട്ടുകൾ ഒറ്റക്കെട്ടായി കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലേക്ക് കോൺഗ്രസിലേക്ക് ചെന്നാൽ മാത്രമേ കോൺഗ്രസ് ജാർഖണ്ഡിൽ പിടിച്ചു നിൽക്കുകയുള്ളൂ. ഏതാണ്ട് സിമിലർ സിറ്റുവേഷൻ ആണല്ലോ ബീഹാറിലും ഉള്ളത്. ഇന്ന് 16 MLA-മാർ നിയമസഭയിലുള്ള കോൺഗ്രസിന് അതിൽ 10 MLA-മാരെയെങ്കിലും ജയിപ്പിച്ചെടുക്കാൻ ഈ 29 സീറ്റിൽ മത്സരിക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത്. 10 MLA-മാരെങ്കിലും ഒരു ഡബിൾ ഡിജിറ്റ് നമ്പറിലെ പെർഫോമൻസ് എങ്കിലും കാഴ്ചവെക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഇതാണ് ഇന്ത്യ ബ്ലോക്കിന്റെ ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് BJP അഴിച്ചുവിടുന്ന ഒരു വലിയ ആരോപണ ശൃംഖലയുണ്ട്. അതിന് ഏറ്റവും വലുതെന്ന് പറയുന്നത് ഹേമന്ത് സോറന്റെ കാലത്ത് ആദിവാസികളുടെ ഗ്രാമങ്ങളിലേക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ കയറി ആദിവാസി പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അവരുടെ ലാൻഡുകൾ പിടിച്ചെടുക്കുന്നു, അവരുടെ സംസ്കാരത്തെ തന്നെ മാറ്റിമറിക്കാൻ നോക്കുന്നു എന്ന ആരോപണം. ഗൂസ്പേട്ടി എന്ന വാക്കുകൊണ്ട് നുഴഞ്ഞുകയറ്റക്കാർ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ആരോപണം പ്രത്യേകിച്ച് ജാർഖണ്ഡിന്റെ ഏറ്റവും വലിയ സന്താൾ ട്രൈബലുകളുടെ കോട്ടയായ സന്താൾ പർഗാനയിലാണ് ഇപ്പോൾ ഇനി 20-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും. അവിടെ ഇതിന്റെ ഒരു റെസണൻസ് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് രാജ്മഹൽ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഗംഗാ നദിയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ജാർഖണ്ഡിന്റെ സാഹിബ്ഗഞ്ച് ജില്ലയിൽപ്പെട്ട രാജ്മഹൽ എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആ ഗംഗയുടെ തീരം മുഴുവൻ ആദിവാസികളുടെ ഗ്രാമങ്ങൾ മിക്കവാറുമൊക്കെ ട്രൈബൽ ലാൻഡുകൾ മിക്കവാറുമൊക്കെ മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് പോയി എന്ന BJP-യുടെ ആരോപണം. ആ ആരോപണത്തെ ഖണ്ഡിക്കുവാൻ പൂർണ്ണമായും കോൺഗ്രസിനോ അല്ലെങ്കിൽ JMM-നോ സാധിക്കുന്നില്ല. കാരണം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ പ്രകാരമാണെങ്കിൽ 2011 സെൻസസ് പ്രകാരം 11% മാത്രമായിരുന്ന മുസ്ലിങ്ങളുടെ ഇവിടുത്തെ ജനസംഖ്യ, ഈ പ്രത്യേകിച്ച് ഈ മേഖലയിലെ ജനസംഖ്യ ഏതാണ്ട് ഇരട്ടിയോളം എത്തിയിട്ടുണ്ട് എന്നാണ് അവരുടെ ആരോപണം. അത് വാസ്തവികത എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു സെൻസസ് ഉണ്ടാകണം. നമുക്കറിയാം 2021 സെൻസസ് ഉണ്ടായിട്ടില്ല. അതിനാലാണ്
ഹേമന്ത് സോറനെയും JMM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള BJP അഴിച്ചുവിടുന്ന വസ്തുത വിരുദ്ധമായ പൂർണ്ണമായി ശരിയാണെന്ന് സ്ഥാപിക്കപ്പെടാത്ത ചില ആരോപണങ്ങൾ അതിനെ എതിരെ നീങ്ങുവാൻ അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള വലിയ പ്രശ്നം കൂടെ JMM-നുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്, BJP-യുടെ രാജീവ് നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള അവർ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുമ്പോഴും ആദിവാസി കേന്ദ്രങ്ങളിലേക്ക്, ആദിവാസി മേഖലയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം നടത്താൻ BJP-ക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു വാസ്തവമാണ്. എന്നാൽ സന്താൾ പർഗാനയിലെ പെടുന്ന 22 സീറ്റുകളിൽ, സന്താൾ പർഗാന എന്ന് പറയുന്ന ഹാർഡ് കോർ ട്രൈബൽ ഹാർട്ട്ലാൻഡിൽ പെടുന്ന 21 സീറ്റുകളിൽ, പ്രത്യേകിച്ച് ബോറിയോ, ലിറ്റിപ്പാട, ബർഹേഡ്, മഹേഷ്പൂർ, ചിക്കാരിപ്പാട, ജാമ, ദുംക, ഈ സീറ്റുകളിലൊക്കെ BJP പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവരുടെ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ഉള്ളപ്പോഴും ഒരു 4-5 സ്വതന്ത്രന്മാരെ നിർത്തി ആദിവാസി വോട്ടുകളെ മാക്സിമം സ്പ്ലിൻഡർ ചെയ്യാനുള്ള, ഛിന്ന ഭിന്നമാക്കാനുള്ള, വിഭജിക്കാനുള്ള നീക്കങ്ങളും BJP നടത്തുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത്, ഞാനിവിടെ എല്ലാം ഇപ്പോൾ യാത്ര ചെയ്ത് കഴിഞ്ഞ് തുങ്കയിലെത്തിയിരിക്കുക, ഈ സ്വതന്ത്രരെ എല്ലാം തന്നെ സ്പോൺസർ ചെയ്യുന്നത് BJP തന്നെയാണ്, അല്ലെങ്കിൽ BJP-യുമായി ബന്ധമുള്ള വ്യവസായികളാണ്. അപ്പോൾ നമ്മൾ കണ്ട ഹരിയാനയിലെ അടുത്ത കാലത്ത് നമ്മൾ കണ്ട അതേ തന്ത്രവും അതിനേക്കാൾ കുറച്ചുകൂടെ മൂർച്ചയേറിയ തന്ത്രങ്ങളും BJP ഉപയോഗിക്കുന്നെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാജീവ്. ഞാൻ ഇതിങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഈ ഹേമന്ത് സോറൻ സർക്കാർ നടപ്പാക്കിയ, പ്രത്യേകിച്ച് സ്ത്രീകളെ ലക്ഷ്യമിട്ട് നടപ്പാക്കിയ ചില പദ്ധതികളെങ്കിലും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ ഇന്ത്യ ബ്ലോക്കിന് ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ലേ? കാരണം ഹേമന്ത് സോറൻ്റെ ഭാര്യ കൽപ്പന സോറൻ മുൻപിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്നു, അവരും മത്സരിക്കുകയൂടെ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വനിതകളെ മുൻനിർത്തി, അല്ലെ വനിതാക്ഷേമം മുൻനിർത്തി നടപ്പാക്കിയ പദ്ധതികൾ, വനിതകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്ന സ്കീം, അതിൽ അടുത്ത വാഗ്ദാനമായിട്ട് അതിന് 2500 രൂപയായിട്ട് അത് വർദ്ധിപ്പിക്കും എന്ന വാഗ്ദാനം, പിന്നെ പ്രായമായ സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള പദ്ധതി അത് നടപ്പാക്കി, ഇതൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയില്ലേ? രാജീവ്, ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു. ഹേമന്ത് സോറന്റെ കഴിഞ്ഞ, അതായത് ഇപ്പോൾ അവസാനിക്കുന്ന ടേമിലെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് വെൽഫെയർ സ്കീംസിൽ വളരെ വലിയ പ്രാധാന്യം നൽകി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുക, ഒരു പെർമനന്റ് ആയ ഒരു വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്കത് പൊളിറ്റിക്കലി വ്യാഖ്യാനം ചെയ്യുമ്പോഴും ഒരു കാര്യം ശരിയാണ് രാജീവ് പറഞ്ഞത്. സ്ത്രീകൾ എന്ന് പറയുന്ന, ബീഹാറിൽ നിതീഷ് കുമാർ നടത്തിയ ഒരു പ്രത്യേക വോട്ട് ബാങ്കിന്റെ ക്രിയേഷൻ, അതായത് വനിതകളെ സ്വന്തമായി ഒരു വോട്ട് ബാങ്ക് ആക്കി മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമായി നടത്തിയ ഈ ഒരു സ്കീമുകൾ, അതിനെ ഖണ്ഡിക്കുവാനാണ് BJP ഗോഗോ ദീദി എന്ന് പറയുന്ന അവരുടെ ഒരു സ്കീമുമായി എത്തിയതും അവർ 2100 രൂപ വരെ വനിതകൾക്കായി കൊടുക്കുമെന്ന ഒരു വാഗ്ദാനം നടത്തിയപ്പോഴാണ് അതിനെ വെല്ലുവാൻ വേണ്ടി ക്യാബിനറ്റിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ 2500 രൂപ ഡിസംബർ മാസം മുതൽ ഇപ്പോൾ 1000 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 2500 ആക്കി ഉയർത്തുമെന്ന് ഹേമന്ത് സോറന്റെ സർക്കാർ പ്രഖ്യാപിച്ചത്. ഈ രണ്ട് മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മത്സരം, ഇതൊരു ലേലം വിളി പോലെയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഒരു കാര്യം വളരെ കൃത്യമാണ്, ഇങ്ങനെയുള്ള സ്കീമുകൾ വനിതകളെ ആകർഷിക്കുന്നു എന്നതിന് സംശയമില്ല. പക്ഷേ ഈ സ്കീമുകളെ ഒക്കെ, ഈ പറയുന്ന അനൗൺസ്മെന്റുകളെ, പ്രഖ്യാപനങ്ങളെയും ഒക്കെ അതിജീവിക്കുന്ന രീതിയിലുള്ള മറ്റ് നീക്കങ്ങൾ BJP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ ഗാണ്ഡെ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം JMM-ന്റെ നേതൃത്വത്തിലേക്ക് വന്ന ഹേമന്ത് സോറന്റെ ഭാര്യയും BJP വനിതകളെ, പ്രത്യേകിച്ച് ആദിവാസികളെയും വനിതകളെയും മുൻപിൽ നുണ പറയുന്നു എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ മുന്നേറുന്നത്. അപ്പോഴും
ഞാൻ നേരത്തെ പറഞ്ഞ നുഴഞ്ഞുകയറ്റക്കാർ കാരണം ആദിവാസികളുടെ സംസ്കാരവും അവർ പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട് ബി ജെ പി പറയുന്നത്, ബേട്ടി മാട്ടി റോട്ടി ക രക്ഷ. അതായത് ആദിവാസി പെൺകുട്ടികളെ രക്ഷിക്കുക, ആദിവാസികളുടെ ലാൻഡ് രക്ഷിക്കുക, ആദിവാസികളുടെ അവർക്കുള്ള ആഹാരം എപ്പോഴും സുനിശ്ചിതമാക്കുക. ഇങ്ങനെ ഒരു മുദ്രാവാക്യമാണ് ബി ജെ പി ഇപ്പോൾ ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിലും അപ്പുറമായിട്ട് ഹേമന്ത് സോറനെ ജയിലിൽ വിട്ടത് ഒരു വലിയ അബദ്ധമായി പോയി എന്ന് കൃത്യമായി ബി ജെ പി ഇന്ന് മനസ്സിലാക്കുന്നുണ്ടുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം ഹേമന്ത് സോറൻ ഒരു ആദിവാസി മുഖ്യമന്ത്രിയെ ജയിലിൽ അയച്ചതോടുകൂടി ആദിവാസികൾ എന്ന് പറയുന്നവർ, ഒരു കാര്യം രാജീവ്, എൻ്റെ ഒരു അനുഭവം ഇവിടെ ഉള്ളത് ഞാൻ പറയാം. ഞാൻ ഈ മേഖലയിൽ ജോലി ചെയ്തിരുന്ന 12-15 വർഷത്തോളം ആദിവാസികൾക്കിടയിൽ ചോട്ടാനാഗ്പൂരിലെ ആദിവാസികളും സിംഗ്ഭൂമിലെ ആദിവാസികളും സന്താൾ പർഗാനയിലെ ആദിവാസികളും അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആദിവാസി എന്നതിലും അപ്പുറം നമ്മൾ ഹിന്ദുക്കൾക്കിടയിൽ കാണും പോലെ യു പിയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും യു പിയിലെയും ബീഹാറിലെ ഹിന്ദുക്കൾക്കും അപ്പുറം അവരുടെ ജാതികളാണ്, അതാണ് അവരുടെ ഐഡന്റിറ്റി. എന്നാൽ ആദിവാസികൾക്കിടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അവരുടെ ഗോത്രങ്ങളാണ് അവരുടെ ഐഡന്റിറ്റി. കഴിഞ്ഞ 4 വർഷത്തെ ഹേമന്ത് സോറന്റെ ഭരണം കൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ പല ഗോത്രങ്ങളായി മാറി നിന്നിരുന്ന, വിഭജിക്കപ്പെട്ടു നിന്നിരുന്ന ആദിവാസി എന്ന ഒരൊറ്റ ഐഡന്റിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ ഗോത്രത്തിന്റെ ഐഡന്റിറ്റി പുറകിലായിരിക്കുന്നു. ഈ ഒരൊറ്റ നീക്കത്തോടുകൂടി ഷിബു സോറൻ ഇവിടെ ഉള്ള ഒരു സമയത്ത്, അതായത് ഷിബു സോറൻ JMMന്റെ നേതൃത്വത്തിലുള്ള കാലത്ത് ജാർഖണ്ഡിൽ 90കളിൽ ഞാൻ തെരഞ്ഞെടുപ്പ് കവർ ചെയ്യാൻ അന്നത്തെ ദക്ഷിണ ബീഹാറിലേക്ക് കടന്നു വരുമ്പോൾ, ഇന്നത്തെ ജാർഖണ്ഡിലേക്ക് കടന്നു വരുമ്പോൾ, ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്നത് ഒരു പാൻ ജാർഖണ്ഡ് പാർട്ടിയെ അല്ലായിരുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മെയിൻ ഫോക്കസ് സന്താൾ പർഗാനയും. എന്നാൽ സിംഗ്ഭൂമിലാണെങ്കിലും അതല്ല, നമ്മൾ ചോട്ടാനാഗ്പൂരിലേക്ക് ചെല്ലുമ്പോഴും അവിടെ ഷിബു സോറനെയും JMMനെയും അംഗീകരിക്കുന്ന വളരെ വിരളമായ ഒരു ജനം മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ജാർഖണ്ഡ് മുക്തി മോർച്ചയെ ഒരു പാൻ ജാർഖണ്ഡ് പാർട്ടിയാക്കി മാറ്റാൻ ഹേമന്ത് സോറന് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് BJP ഇന്ന് അൺനെർവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ട് ഉണ്ടെങ്കിൽ, കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഈ സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു പാർട്ടിയായ BJPയെ നേരിടാൻ തക്ക വിധം രാഷ്ട്രീയമായും സാമൂഹികമായും ശക്തി ആർജിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു പാർട്ടിയാക്കി JMMനെ മാറ്റുവാൻ ഹേമന്ത് സോറന് സാധിച്ചു എന്നുള്ളതാണ് BJPയുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ രാജീവ്, ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ആദിവാസികൾക്കിടയിലുള്ള JMMന്റെ ഒരു കൺസോളിഡേഷന്റെ ഏറ്റവും വലിയ ലക്ഷണമായിട്ട് നമ്മൾ കാണുന്നത്, നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത്, ഈ കഴിഞ്ഞ ഒരു 10 വർഷം മുൻപ് ആദിവാസികൾക്കിടയിൽ അവർ സർവൈവലിന്റെ ഫൈറ്റാണ് നടത്തിക്കൊണ്ടിരുന്നത്. ജീവിച്ചിരിക്കാനും നിലനിൽക്കാനുമുള്ള ഒരു ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതതി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു യുദ്ധമാണ് അവർ നടത്തുന്നത്. അന്ന് അധികാരം എന്തെന്ന് തിരിച്ചറിയാൻ പാടില്ലായിരുന്ന ഒരു ജനം ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഒരു പിടി അരിയെങ്കിലും സ്വന്തമായി വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വനങ്ങളെ ആശ്രയിച്ചിരുന്നവർ, മറ്റുള്ളവരുടെ കൃഷിസ്ഥലങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആദിവാസികൾ ഇന്ന് they are into a conflict for power, not for survival. അങ്ങനെ ഒരു നേട്ടം ഇന്ന് ആദിവാസികൾക്കിടയിൽ, അങ്ങനെ ഒരു മാറ്റം വരുത്താൻ സാധിച്ചെങ്കിലും അതിൻ്റെയും ക്രെഡിറ്റ് ഞാൻ ഹേമന്ത് സോറന് കൊടുത്തു. ഇതൊക്കെ പറയുമ്പോൾ BJP എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ ശക്തിയെ നേരിടാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അതിനെ പൂർണ്ണ ശക്തിയോടെ നേരിടുന്നതിന് പകരം തന്നെ ജയിലിലേക്ക് പറഞ്ഞു വിടുവാൻ തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ തൻ്റെ കൂടെ നിൽക്കുന്നവരെ കൊണ്ട് സംഭവിച്ചു എന്നതിൻ്റെ ഒരു ആഘാതം ഹേമന്ത് സോറനും ഉണ്ടായി എന്നുള്ളത്
ആദിവാസികൾക്കിടയിൽ ഇന്ന് വലിയ ഒരു 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 ദുഃഖകരമായ കാര്യമാണ്. ഇവിടെ നമ്മളിത് പറയുമ്പോൾ ഹേമന്ത് സോറൻ ജയിലിൽ പോയത് തിരിച്ചു വന്നപ്പോൾ തന്റെ പിതാവിന്റെ ഒരു ലുക്കലൈക്കായി മാറാൻ അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. ഹേമന്ത് സോറനെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജാർഖണ്ഡ് മുക്തി മോർച്ച സ്റ്റാൻഡ്സ് ഫോർ ദി ആദിവാസീസ് ഫസ്റ്റ് ആൻഡ് ദി അതേഴ്സ് നെക്സ്റ്റ് എന്നുള്ള ഒരു വികാരം ആദിവാസികൾക്കിടയിൽ, അത് മുണ്ടയാണെങ്കിലും ഹോയാണെങ്കിലും സന്താൾസ് ആണെങ്കിലും പഹഡിയാസ് ആണെങ്കിലും ആദിവാസികളിലെ എല്ലാവിധ ഗോത്രങ്ങൾക്കിടയിലും ഒരു യൂണിറ്റി, ഒരു ഐക്യം, ആദിവാസി എന്ന ഐഡന്റിറ്റിയിൽ നാം നിൽക്കണം, ഒന്നിച്ചു നിൽക്കണം എന്ന ഒരു വികാരം അവർക്കിടയിൽ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് സത്യമാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഞാൻ ഏറ്റവും ആദ്യം സംസാരിച്ച ഒരു കാര്യമുണ്ട്. അത് ജനറൽ സീറ്റുകൾ, ഈ റിസർവ് ചെയ്യപ്പെട്ട 28 സീറ്റുകൾ ട്രൈബലുകൾക്കും 9 സീറ്റുകൾ ദളിത്സിനും വേണ്ടിയുള്ളതാണ്. അതിനുശേഷമുള്ള ബാക്കി 81 ബാക്കി സീറ്റുകളിൽ JMMന്റെ സർവൈവൽ എന്ന് പറയുന്നത് അവിടുത്തെ ചില ഈ സദാൻ എന്ന് പറയുന്ന, മാത്തോസ് എന്ന് നമ്മൾ വിളിക്കുന്ന, നമുക്കറിയാം JMMന്റെ തുടക്കം എവിടെ നിന്നാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ തുടക്കം എന്ന് പറയുന്നത് വിനോദ് ബിഹാരി മാത്തോ എന്ന് പറയുന്ന ഒരു നേതാവിൽ നിന്നാണ്. ആ നേതാവിൽ നിന്നാണ് ഷിബു സോറന്റെ കൈകളിലേക്ക് ജാർഖണ്ഡ് മുക്തി മോർച്ച എത്തിച്ചേരുന്നത്. ഷിബു സോറന്റെ കൈകളിലേക്ക് ജാർഖണ്ഡ് മുക്തി മോർച്ച എത്തിച്ചേർന്നു എന്നതുകൊണ്ടാണ് സദാൻസ് അല്ലെങ്കിൽ മൂലവാസികൾ, മാത്തോസ് എന്ന് നമ്മൾ വിളിക്കുന്ന ജാർഖണ്ഡിലെ കുർമികൾ സെപ്പറേറ്റ് ഒരു വിങ് ആയി മാറിയത്. അങ്ങനെയാണ് ഷിബു സോറന്റെ ആദിവാസികളും മൂലവാസികളും തമ്മിലുള്ള ദൂരം വർദ്ധിച്ചത്. എന്നാൽ ഹേമന്ത് സോറൻ അധികാരത്തിലെത്തുകയും പാർട്ടിയുടെ തലപ്പത്ത് പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്ത കാലം മുതൽ ഇങ്ങോട്ട് സമൂലമായ ഒരു മാറ്റം മാത്തോകൾക്കിടയിൽ വരുത്താനും ജാർഖണ്ഡ് മുക്തി മോർച്ചയോട് ചേർന്ന് നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കാനും അവർക്ക് അംഗീകാരം കൊടുക്കാനും അവർക്ക് പ്രാതിനിധ്യം നൽകാനുമുള്ള ഒരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി എന്നതുകൊണ്ട് BJPയുടെ കോട്ടക്കൊത്തളങ്ങളായ ഹസാരിബാഗ് മുതൽ ധൻബാദ് വരെയുള്ള ഗോമി ആണെങ്കിലും ബേർമു ആണെങ്കിലും ഗിരടി ആണെങ്കിലും ഒക്കെ ഈ സീറ്റുകളിലൊക്കെ 2019 വലിയ മുന്നേറ്റം നടത്താൻ JMMന് സാധിച്ചത്. ജാർഖണ്ഡ് രൂപീകൃതമാകുന്ന കാലത്ത് JMM ഒരു ചെറിയ പാർട്ടിയായിരുന്നു. നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷിയായിരുന്നു. അന്ന് അവർക്കുണ്ടായിരുന്നത് 18 MLA-മാരാണ്. അവിടെ നിന്നിങ്ങോട്ട് 30 MLA-മാരോളം നേടിയെടുക്കാൻ സാധിച്ചെങ്കിൽ അത് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന പാർട്ടിയുടെ തലപ്പത്ത് വന്ന ഒരു തലമുറ മാറ്റത്തിന്റെ ഫലം കൂടിയാണ്. വളരെ കൃത്യമായി പാർട്ടിയെ കൈകാര്യം ചെയ്യാനും പാർട്ടിയിലേക്ക് പുതിയ ആളുകളെയും ജനറൽ കാസ്റ്റുകളെയും കൊണ്ടുവരാനുള്ള ശ്രദ്ധ അദ്ദേഹം കാണിച്ചു, ഹേമന്ത് സോറൻ കാണിച്ചു എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ടാണ് ഇന്ന് BJPയും JMMഉം തമ്മിൽ, BJP നേതൃത്വം കൊടുക്കുന്ന NDAയും JMM നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ ബ്ലോക്കും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ, എഡ്ജ് ഓഫ് ദ സീറ്റ് ഫിനിഷ്, കാട്ടേ കാ ടക്കർ എന്ന് ഹിന്ദി പറയും. അങ്ങനെയുള്ള ഒരു സ്റ്റേജിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുവരാൻ സാധിക്കുന്നെങ്കിൽ അതിന്റെ കാരണം ഇന്ന് BJPയെ പോലെ തന്നെ JMMഉം ഒരു പാൻ എക്രോസ്, അതായത് ജാർഖണ്ഡ് മുഴുവനുള്ള ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പോഴും JMMന്റെ കണ്ണീര് വീഴാൻ പോകുന്നെങ്കിൽ അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ് എന്ന് പറയുന്ന അവരുടെ കൂട്ടുകക്ഷിയാണ്. ഏറ്റവും അവസാനം നമ്മൾ വിലയിരുത്തുമ്പോൾ പൊതുവിൽ ഷിബു സോറന്റെ ഒരു പാൻ ജാർഖണ്ഡ് പ്രതിച്ഛായ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ അദ്ദേഹം ശ്രമിച്ചത്, കഴിഞ്ഞ ഭരണകാലത്തുണ്ടാക്കിയ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഈ തെരഞ്ഞെടുപ്പിൽ ഹേമന്ത് സോറൻ കഴിഞ്ഞ ഭരണകാലത്ത് അദ്ദേഹം നടത്തിയ ജനപ്രിയ പദ്ധതികൾ, അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തോടും ആ പാർട്ടിയോടും ഉണ്ടാക്കിയ ഒരു വർദ്ധിച്ച കൂറ്, ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇതിനെ ഭിന്നിപ്പിക്കാൻ BJP എല്ലായിടത്തും പയറ്റുന്നത് പോലെ ചില കടന്നുകയറ്റക്കാർ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാർ, ബംഗ്ലാദേശിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ച് ഭൂമി കൈയടക്കുന്ന ആളുകൾ എന്നുള്ളൊരു പ്രചാരണം, ഇതാണ് പ്രധാനമായും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെ നിർണ്ണയിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായിട്ടും
പ്രത്യേകിച്ച് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള 37 സീറ്റുകൾ അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു BJP-യുടെ നീക്കം, ഞാനിപ്പോൾ ഒരു കാര്യം പറയാം രാജീവ്, ഈ ഗൂസ്പേട്ടി നുഴഞ്ഞുകയറ്റക്കാരുടെ പ്രശ്നം നോക്കൂ. ജാർഖണ്ഡിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും BJP, ഉത്തർപ്രദേശ് മുതൽ ഇങ്ങോട്ട് നോക്കുക, ഇന്ത്യയിൽ BJP എല്ലായിടത്തും മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ, കേരളത്തിൽ നമുക്കറിയാമല്ലോ, ക്രിസ്ത്യാനികളെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. ജാർഖണ്ഡിൽ നടക്കുന്നത് ഇപ്പോൾ ആദിവാസികൾ, അതായത് JMM-ന്റെ ഏറ്റവും വലിയ കരുത്ത് എന്താണ്? ആദിവാസികളോട് ചേർന്ന് മുസ്ലിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ്. ആദിവാസി മുസ്ലിം യൂണിറ്റി അത് പല സീറ്റുകളിലും, ഈവൻ ഓൺ ജനറൽ സീറ്റുകൾ, ആ സീറ്റുകളിൽ പോലും BJP-ക്ക് വളരെ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ടേക്ക് ഫോർ ഇൻസ്റ്റൻസ്, ടേക്ക് ധൻബാദ്. ധൻബാദ് നമുക്കറിയാം രാജീവ്, ഒരു ഏർബൻ വോട്ടേഴ്സിന്റെ സെന്റർ പോലെയാണ് അല്ലേ? ഹസാരിബാഗ്, ഇങ്ങനെയുള്ള പക്ക BJP കോട്ടകളിൽ പോലും ആദിവാസികളും മുസ്ലിങ്ങളും ഒന്നിച്ച് വോട്ട് ചെയ്യുമ്പോൾ, മതന്യൂനപക്ഷങ്ങൾ ഒന്നിച്ച് വോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ക്രിസ്ത്യൻസിന്റെ പ്രസൻസ് വളരെ കുറവാണ്. എന്നാൽ സന്താൾ പർഗാനയിൽ പിന്നെ മറ്റൊരു കാര്യം, ആദിവാസികൾക്കിടയിൽ ഒരു വിഭജനം കൊണ്ടുവരാൻ അവർ നോക്കുന്നുണ്ട്. അതാണ് സരണ റിലീജിയനിൽ വിശ്വസിക്കുന്ന ആദിവാസികൾക്കും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിയ ആദിവാസികൾക്കും ഇടയിൽ സരണ കോഡ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നിരുന്നു. എന്നാൽ അതിനെ വെല്ലാൻ വേണ്ടിയിട്ട് സരണ കോഡിനെ അംഗീകരിച്ചുകൊണ്ട് ഹേമന്ത് സോറന്റെ സർക്കാർ ഒരു നീക്കം നടത്തുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ BJP ക്രിസ്ത്യൻ നോൺ ക്രിസ്ത്യൻ ട്രൈബൽസിനിടയിലെ ഒരു വിഭജനത്തിന് വേണ്ടി ശ്രമിക്കാത്തത്. കാരണം ആദിവാസി യൂണിറ്റി ഹേമന്ത് സോറന്റെ അറസ്റ്റിന് ശേഷം കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു എന്നത് മനസ്സിലാക്കുന്ന BJP-യെ സംബന്ധിച്ചിടത്തോളം ഇനി സരണ അല്ലെങ്കിൽ നോൺ സരണ, ക്രിസ്ത്യൻ അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻ ട്രൈബലുകളെ കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് BJP-ക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്, JMM-ന്റെ കഴിഞ്ഞ ഒരു യുഗം, ആ യുഗത്തിൽ സന്താൾ പർഗാനയിലെ ആദിവാസികൾ പ്രത്യേകിച്ച് JMM-നോടൊപ്പം നിന്ന ഒരു കാലഘട്ടത്തിലേക്ക് JMM-നെ പറഞ്ഞയക്കാനുള്ള BJP-യുടെ ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് മതന്യൂനപക്ഷങ്ങൾ ഒരു കാരണവശാലും ആദിവാസികളുമായി ചേർന്ന് ആദിവാസികൾ ഒരിക്കലും മതന്യൂനപക്ഷങ്ങളെ സ്വീകരിക്കാതിരിക്കാനും സന്താൾ പർഗാന പോലെയുള്ള ട്രൈബൽ ഹാർട്ട്ലാൻഡിൽ നിന്നും അവരെ ഒറ്റപ്പെടുത്താനുമുള്ള നീക്കത്തിന്റെ ഭാഗമായി ഗൂസ്പേട്ടി, ബംഗ്ലാദേശി മുദ്രാവാക്യങ്ങളുമായിട്ട് വരുന്നത്. മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യം പറയാം. ഷിബു സോറന്റെ മൂത്ത മകനും ഒരു കാലഘട്ടത്തിൽ ഞാനുമായി വലിയ സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്ന ദുർഗാ സോറൻ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ദുർഗാ സോറന്റെ ഭാര്യ ഇപ്പോൾ മത്സരിക്കുന്നത് ഒരു ജനറൽ സീറ്റിൽ നിന്നാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ട്രൈബൽ സീറ്റിൽ നിന്ന് മത്സരിക്കാൻ ജാർഖണ്ഡിലെ ട്രൈബൽ അല്ലാത്തത് കൊണ്ട്, ഷീസ് ഫ്രം ഒറീസ, കൽപ്പനയെ പോലെ തന്നെ, അങ്ങനെ ഒരു ജനറൽ സീറ്റിൽ നിന്നാണ് മത്സരിക്കുന്നത്. ആ ജനറൽ സീറ്റ് ജാംതാറ എന്ന് പറയുന്ന സീറ്റിലാണ്. അവിടെ ആദിവാസികളും മുസ്ലിങ്ങളും വളരെ വലിയ ഒരു വോട്ട് ബാങ്കാണ്. ആ JMM-ന്റെ ആദിവാസി, BJP-യിൽ നിന്നാണ് മത്സരിക്കുന്നത് ഓർക്കണം. JMM-ന്റെ ആദിവാസി വോട്ട് ബാങ്കിനെ അവിടെയുള്ള ജനറൽ വോട്ട് ബാങ്കിലേക്ക് കൂട്ടിച്ചേർത്ത് വിജയം നേടാമെന്നാണ് BJP വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് സീതാ സോറൻ ഒരു ജനറൽ സീറ്റിൽ മത്സരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബാബുലാൽ മറാണ്ടി, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റും അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് നാം കരുതുന്ന ജാർഖണ്ഡിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം മത്സരിക്കുന്നത് രാജ് ധൻവർ എന്ന് പറയുന്ന ഒരു ജനറൽ സീറ്റിൽ നിന്നാണ്. അവിടെയും നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. അവിടുത്തെ ജനറൽ കാസ്റ്റും അവിടുത്തെ ആദിവാസികളുടെ ഒരു വിഭാഗവും കൂടി വോട്ട് ചെയ്താൽ അവിടെ വിജയം സുനിശ്ചിതമാണ് എന്ന് കൃത്യമായി BJP-ക്ക് അറിയാം. ഇങ്ങനെ ആദിവാസികളെ BJP-യുടെ വോട്ട് ബാങ്കായ ഹിന്ദു വോട്ടുമായി ചേർത്ത് എവിടെയെല്ലാം ചേർക്കണമെങ്കിൽ, ആദിവാസികളെ ആകർഷിക്കണമെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് അവരെ
മുസ്ലിം വോട്ട് ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിമിൽ നിന്ന് മാറ്റി നിർത്തണം, മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് അവരെ അകറ്റണം. ആ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്ന ഈ ഗൂസ്ബെറി പോലുള്ള മുദ്രാവാക്യങ്ങളിലേക്ക് അവർ നീങ്ങുന്നത്. ബേട്ടി, മാട്ടി, റോട്ടി, ഈ മൂന്നെണ്ണം വളരെ പവർഫുൾ ആയ മുദ്രാവാക്യമാണ്. ഇത് ആദിവാസികൾക്കിടയിലേക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് ആദിവാസികളുടെ സംസ്കാരവും ആദിവാസികളുടെ നിലനിൽപ്പും അവരുടെ പെൺകുട്ടികളുടെ സംരക്ഷണയും ഒക്കെ വരുന്ന ബി ജെ പി ഗവൺമെന്റ് ഉറപ്പാക്കിയിരിക്കും. അതിന് വിരുദ്ധമായാണ് ഹേമന്ത് സോറന്റെ ഗവൺമെന്റ് ഈ കഴിഞ്ഞ 5 വർഷവും ഭരിച്ചപ്പോൾ നടത്തിയത് എന്ന പ്രചരണമാണ് അഴിച്ചുവിടുന്നത്. പക്ഷെ എനിക്ക് സംശയമുണ്ട് രാജീവ്, ഈ പ്രചരണം ആദിവാസികൾക്കിടയിൽ ഹേമന്ത് സോറന്റെ പിറകിൽ ഒന്നിച്ചു നിൽക്കുന്ന, ഹേമന്ത് സോറനെ ജയിലിൽ വിട്ടതോടുകൂടി ബി ജെ പിയെ ഒരു ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന, തങ്ങളുടെ എതിരാളികൾ എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടിൽ കാണുന്ന ബി ജെ പിയിലേക്ക് ആദിവാസികൾ എത്രത്തോളം ആകർഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇത് പറയുമ്പോൾ രാജീവ്, ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ആദിവാസി കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു പോളറൈസേഷൻ ഹേമന്ത് സോറന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നതിന് വിരുദ്ധമായി അതിനെ കൗണ്ടർ ചെയ്യാവുന്ന രീതിയിൽ ഒരു നോൺ ആദിവാസി പോളറൈസേഷൻ ഗ്രാമങ്ങളിൽ രൂപീകൃതമാകുന്നു. പ്രത്യേകിച്ച് സിംഗ്ഭൂമിലെ ഏർബൻ വോട്ടേഴ്സിനിടയിൽ, അതായത് ഈസ്റ്റ് ജംഷഡ്പൂർ ആൻഡ് വെസ്റ്റ് ജംഷഡ്പൂർ, അതുപോലെ തന്നെ കൊട്ക പോലുള്ള കോൺസ്റ്റിറ്റ്യുവൻസിൽ ആദിവാസികൾ അല്ലാതുള്ളവർ, പലാമു ഡിവിഷൻ, നോർത്ത് ചോട്ടനാഗ്പൂർ ഡിവിഷൻ, ഈ മേഖലകളിലൊക്കെ നടന്നിരിക്കുന്നത് ഒരു ആദിവാസി വിരുദ്ധ പോളറൈസേഷൻ ഉണ്ടായിരിക്കുന്നു എന്ന് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് ഈ 20-ാം തീയതി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ചില മേഖലകൾ, ജനറൽ മേഖലകളാണ്. അതായത് ധൻബാദ് മുതൽ ഗോമിയോ, ബർഹി, ഈ മേഖലകളിലൊക്കെ ഒരു ആദിവാസി വിരുദ്ധ കൗണ്ടർ പോളറൈസേഷൻ സാധ്യമാക്കുന്നുണ്ടോ ബി ജെ പി എന്ന കാര്യത്തിലും എനിക്ക് വലിയ സംശയമുണ്ട്. റൈറ്റ്, അതാണ് ജാർഖണ്ഡിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു. 43 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി. 81 മണ്ഡലങ്ങളാണ് ആകെ ഉള്ളത്. അതിൽ ബാക്കിയുള്ള സീറ്റുകളിൽ 20-ന് വോട്ടെടുപ്പ് നടക്കും. അവിടെ എങ്ങനെ സമൂഹത്തെ ഭിന്നിപ്പിക്കാം എന്നുള്ള തന്ത്രം വളരെ ബുദ്ധിപൂർവമായി ബി ജെ പി പയറ്റുന്നുണ്ട് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ആദിവാസികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം, അതിനാണ് ബംഗ്ലാദേശിൽ നിന്ന് ആകെ കുടിയേറ്റമാണ് എന്ന പ്രചാരണം. ഒപ്പം ഇപ്പോൾ ഏറ്റവും അവസാനം ഷാജി എം ജോസഫ് ചൂണ്ടിക്കാണിച്ച പോലെ ആദിവാസികളും ആദിവാസികളല്ലാത്തവരും എന്ന ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം. അങ്ങനെ ഏതൊക്കെ വിധത്തിലാണ് ഭിന്നിപ്പുണ്ടാക്കി അധികാരത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളൊരു ശ്രമം അവിടെ ബി ജെ പി നടത്തുന്നുണ്ട്. ഒരു പക്ഷേ അതായിരിക്കും ജാർഖണ്ഡിലെ ജനവിധിയെ നിശ്ചയിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനമായി വരിക എന്ന് സംശയിക്കണം. ഇപ്പുറത്ത് ഹേമന്ത് സോറൻ്റെ നേതൃത്വത്തിൽ ഒരു പാൻ ജാർഖണ്ഡ് സ്വഭാവത്തിലേക്ക് JMM വളരുകയും ഏതാണ്ട് എല്ലാ വിഭാഗങ്ങളെയും ചേർത്തെത്താൻ ശ്രമിക്കുകയും ആദിവാസികൾക്കിടയിൽ ഒരു കൂടുതൽ ഏകീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. രണ്ട് മുന്നണികളെ സംബന്ധിച്ചും, NDA സംബന്ധിച്ചും ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഹരിയാനയിലെ ഫലം, വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന കോൺഗ്രസ് ഹരിയാനയിൽ തോൽക്കുന്ന കാഴ്ച കണ്ടതിന് ശേഷം ജാർഖണ്ഡിൽ ഉണ്ടാകുന്ന ഫലം ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ച് വളരെയേറെ പ്രധാനമാണ്. വളരെ നന്ദി ഷാജി എം ജോസഫ് ഞങ്ങളോട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇലക്ഷൻ ഡിബേറ്റ് ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും കൂടുതൽ വിവരങ്ങൾ നമുക്ക് വേണം. മറ്റ് എപ്പിസോഡുകളിൽ അതുമായി വീണ്ടും കാണാം.